ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാനും ഇക്കാക്കിയും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ നാളെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് കരുതി. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പാലും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് കസ്റ്റേർഡ് പൗഡറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ളതല്ലേ. അപ്പം നമ്മൾ പോയ സമയത്ത് ക്രിസ്മസിൻ്റെ ഒക്കെ ഒരു സീസൺ ആയിരുന്നു കേട്ടോ. ഇത് കുറച്ച് മുന്നേ എടുത്ത വ്ളോഗാണ്. അപ്പം അവിടെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കുറച്ച് നേരം അതിൻ്റെ മുന്നിലിരുന്ന് കളിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ടോ. പിന്നെ നേരെ വീട്ടിലെത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൗണിലൊക്കെ പോയി ഒരുവിധം കുറച്ച് പർച്ചേസും കാര്യങ്ങളും വേറെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിയിൽ കല്യാണം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നല്ലോ. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴായിട്ട് ഇത് വാങ്ങിച്ചത്. അപ്പം നല്ല ലേറ്റായി പോയി വീട്ടിലെത്താൻ. അങ്ങനെ ഞാൻ വേഗം തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടോ. പക്ഷേ ഇത് കുറുക്കിയെടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം. ഞാനിവിടെ ടോട്ടൽ 5 പാക്കറ്റ് പാലാട്ട് യൂസ് ചെയ്തത്. ആദ്യം ഒരു 3 പാക്കറ്റ് പാലും തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ഒരു പാക്കറ്റ് പാലിലേക്ക് നമ്മൾ കസ്റ്റേർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്തും കൂടി വെക്കാം കേട്ടോ. എന്നിട്ട് ഈ പാല് തിളച്ച് വരുമ്പോൾ മിക്സ് ചെയ്തത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തത് തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കി വരുമ്പോഴേക്കും ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ ബാക്കി പരിപാടിയൊക്കെ ഞാൻ ചെയ്തത് രാവിലെ ആട്ടോ. മെയിനായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇടാനേ ഉള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ തലേയിൽ നിന്നും കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് വെക്കരുത് കേട്ടോ. ചിലപ്പം കയ്പ്പ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ കൊണ്ടുവന്നതിൻ്റെ അതായത് നമ്മൾ ഈ ഒരു സംഭവം സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ മാത്രമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ആണിപ്പൂവൻ എടുത്തിട്ടുണ്ട്, പിന്നെ അനാറ്, പിന്നെ 2 ആപ്പിൾ, പിന്നെ കുറച്ച് മുന്തിരി കേട്ടോ. കറുത്ത മുന്തിരി കുരുവൊന്നും ഇല്ലാത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുന്തിരി വേണമെങ്കിൽ എടുക്കാം, പക്ഷെ നല്ല മധുരം ഉണ്ടായിരിക്കണം എന്നുള്ളൂ. നമ്മൾ അധികം പുളിയുള്ള ഫ്രൂട്ട്സൊന്നും ഇതിലേക്ക് മാക്സിമം ചേർക്കാതിരിക്കുക കേട്ടോ. പൈനാപ്പിളൊന്നും ഒട്ടും ചേർക്കരുത്, നല്ലപോലെ ഇത് കഴിച്ചു പോകും. പിന്നെ വേണമെങ്കിൽ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ചേർക്കുമ്പോൾ നല്ലപോലെ മധുരമുള്ള മാങ്ങ ആയിരിക്കണം എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊന്ന് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പാക്കറ്റ് പാൽ കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പാക്കറ്റ് കംപ്ലീറ്റ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ആപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് അനാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീമുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ഐസ്ക്രീമും കൂടി ഇതിൽ ഇട്ട് മിക്സ് ചെയ്ത് വെക്കും. പക്ഷേ ഇതിപ്പോൾ കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ഞാനിതിൽ ഐസ്ക്രീം മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളത് കഴിക്കണം, അല്ലെങ്കിൽ ഇത് വെള്ളമായി പോകും, പെട്ടെന്ന് നല്ല ലൂസായി പോകും. അപ്പോൾ നമ്മൾ അവിടെ സെർവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഐസ്ക്രീം നമ്മൾ എക്സ്ട്രാ വെക്കുമല്ലോ. അപ്പോൾ ആ വേണ്ട ആൾക്കാർക്ക് ഈ രണ്ടും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാമല്ലോ വിചാരിച്ച് ഇതിലിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കണില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതാ മാറ്റിയിട്ട് പോകാൻ കേട്ടോ. ഉപ്പൻ്റെ കൂടെ പോകണത്. ഉമ്മ ഇല്ല കേട്ടോ. ഉമ്മ തലേന്ന് തന്നെ മാമൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിലും. അപ്പോൾ എന്താ പരിപാടി എന്ന് പറയാം, എൻ്റെ മാമൻ്റെ മോൻ്റെ നിശ്ചയമാണ്. ഇതിന് മുമ്പ് ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ നിശ്ചയമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് ആൾക്കാർ വരും, കാരണവന്മാരായിട്ട് വരാം കല്യാണത്തിന് ഡേറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെക്കൻ്റെ വീട്ടുകാർ അവർക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം ഡെസേർട്ടൊക്കെ നമ്മൾ റിലേറ്റീവ്സ് ഉണ്ടാക്കി കൊണ്ടുപോകാറ്റോ ചെയ്യാം. അങ്ങനെ ഓരോരുത്തർ ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. പിന്നെ കസിൻസൊക്കെ ഓരോന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഐറ്റമായിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ല ചേച്ചിക്ക് വെക്കാം. ഒരു വരാൻ നേരത്തിലേക്ക് വെച്ച് അങ്ങോട്ട് വെച്ചാൽ പോരെ. ഞാൻ കേൾക്കണോ ഇഷ്ടം. പിന്നെ ഉച്ചക്കടോ പരിപാടി. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് അവർ സംസാരിക്കലും ഡേറ്റ് ഉറപ്പിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ അവർ ഫുഡ് കഴിക്കുന്നുണ്ട്. ആ സമയം കുട്ടികൾക്ക് ഇതാ ഫ്രൂട്ട്സൊക്കെ കൊടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കരയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇക്കാക്കൻ്റെ മോനാണ്, ആൾ ഭയങ്കര പോക്കിരിയാണ്. അതുകൊണ്ട് തന്നെ ആയാനും മോനും തീരെ ചേരൂല കേട്ടോ, എപ്പോഴും അടിയാണ്. അങ്ങനെ അവർ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴേക്കും ഇവരിവിടെ ആ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ പോയപ്പോഴേക്കും എല്ലാ സാധനം ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയിട്ടോ. പിന്നെ കസിൻസിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച്. നൂൽപുട്ടുണ്ട്, തേങ്ങ വെള്ളത്തിയിട്ടിക്കണ്, കോഴിക്കോടൻ സ്പെഷ്യൽ. അപ്പം ഞാൻ രാവിലെ തന്നെ എൻ്റെ ഉപ്പൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ ഇക്കാക്ക ഫംഗ്ഷൻ തുടങ്ങാനാകുമ്പോൾ വരാമെന്നാട്ടോ പറഞ്ഞത്. അങ്ങനെ ആളെ പെട്ടെന്ന് ഹൈന് ഞാൻ കണ്ടത് ഫുഡ് കഴിക്കുന്ന സമയത്ത്. അപ്പോൾ രണ്ടുപേരും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ വന്ന ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിച്ച് പോയതിന് ശേഷം കേട്ടോ നമ്മൾ വീട്ടിലുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ അതാ നമ്മൾ മാമിമാരും കസിൻസും അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കുറേ സോറൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇത് അകത്തേക്ക് പോയപ്പം ഇവിടെ വല്യമ്മയും മക്കളും കൂടി കാര്യമായിട്ട് എന്തോ പരിപാടിയിലാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ വല്യമ്മ അവരോട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇങ്ങനെ എപ്പോഴെങ്കിലും കാണാൻ നമ്മൾ കാണൽ. അപ്പോൾ അതിൻ്റെ ഇനി വർത്തമാനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവരോട് സംസാരിക്കും, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ എന്താ ഞാൻ ഉണ്ടാക്കിയ ഒരു ഐറ്റം കഴിക്കണം എന്ന് പറഞ്ഞപ്പം അത് കുറച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആൾക്ക് ഷുഗറാണ്. അപ്പോൾ കൂടുതലൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ വീഡിയോ കുറേ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇതിൻ്റെ എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം കൊടുത്തു കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വെച്ച സമയത്താട്ടോ വല്ലാത്തൊരു സങ്കടമുള്ളൊരു വാർത്ത കേൾക്കുന്നത്. വല്യമ്മ നമ്മളെ വിട്ട് പോയി എന്നുള്ളൊരു വാർത്ത. അപ്പോൾ ഞാൻ വീഡിയോ അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതാണ്. പിന്നെ നമുക്ക് വീഡിയോ അല്ലല്ലോ മുഖ്യം. അങ്ങനെ ഞാൻ ഇപ്പം വല്യമ്മൻ്റെ 15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്ത് കളയാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് വേണ്ട, നമുക്ക് എന്നേക്കൊരു മെമ്മറി ആയിട്ട് ഇങ്ങനെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വല്യമ്മക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. വല്യമ്മൻ്റെ ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു ഇത്. പക്ഷേ ഇതിപ്പോൾ ഒരുപാട് സങ്കടത്തോടാട്ടോ അപ്ലോഡ് ചെയ്യണത്. അങ്ങനെ ഉച്ചക്കായപ്പോഴേക്കും പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് പോയത് ഒരു 6 മണി 6:30 ആ ഒരു ടൈമായിട്ടാണ്. കാരണം നമ്മളിങ്ങനെ വല്ലപ്പോഴല്ലേ കൂടുതലുള്ളൂ. അപ്പോൾ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ സമയം പോയി. പിന്നെ ഇത് രണ്ടും എൻ്റെ ഉമ്മൻ്റെ ആങ്ങളമാരാണ് കേട്ടോ. എൻ്റെ ഉമ്മക്ക് 5 ബ്രദേഴ്സാണ്, ഒരു മോളുള്ളൂ. അപ്പോൾ അവരുടെ മക്കളും അവരുടെ മക്കളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒത്തുകൂടലുള്ളൂ. അപ്പോൾ കുറേ നേരം സംസാരിക്കലും കളിയും ചെയ്തൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ അത് അവിടെ എല്ലാവരും നിരത്തിയിട്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്താൽ അങ്ങനെ കുറച്ച് ടീംസായിരുന്നു നേരെ ബീച്ചിലേക്ക് വിട്ടിട്ടോ. പിന്നെ നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ, അസ്സലാമു അലൈക്കും.